നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിഗനിൽ നിന്നാണ്. ഒറിഗനിൽ നിന്ന് വാഷിങ്ടൺ എന്ന സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി ബാക്കപ്പ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ചെറിയ ട്രക്ക് സ്റ്റോപ്പാണ് ഇത്. അപ്പം നമ്മൾ ഒറിഗനിൽ നിന്ന് വാഷിങ്ടണിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പട്ടണമുണ്ട്, പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കവർ ചെയ്തിട്ടാണ് നമ്മൾ വാഷിങ്ടണിലേക്ക് പോകുന്നത്. ഒരു ട്രെയിന് പോകുന്നുണ്ടല്ലേ, ആ ട്രെയിന് നല്ല രസമാണ് അത് പോകുന്നത് കാണാൻ. ഈ ടണൽ വന്നപ്പോഴത്തേക്കേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി കയറി പോകുമെന്ന് കേട്ടോ. പക്ഷേ ഇത് ഇൻഡർസ്റ്റേറ്റ് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കയറി പോകാം. അപ്പം ഞാനിങ്ങനെ നോക്കി ഡബിൾ ചെക്ക് ചെയ്തു. സാധാരണ ഈ ടണലിൻ്റെ ഫ്രണ്ടിൽ ഒരു മഞ്ഞ ബോർഡിൽ ഈ പാലത്തിൻ്റെ ടണലിൻ്റെ ഹൈറ്റ് കാണിക്കുന്നതാണ്. ഇവിടെ ഹൈറ്റിലായിരുന്നു, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് വണ്ടി കയറ്റിയത്. അപ്പോൾ നമ്മളെപ്പോഴും ടണൽസിൽ കയറുമ്പോഴും അതേപോലെ ചെറിയ പാലങ്ങളിൽ കയറുമ്പോഴും നമ്മുടെ ഹൈറ്റ് നോക്കണം. നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് 13 അടി 6 ഇഞ്ചാണ് നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ്. അപ്പോൾ അതിൽ കുറഞ്ഞുള്ള ഒരു പാലത്തിൻ്റെ അടിയിലോ ടണൽസിലോ നമ്മൾ കയറാൻ പാടില്ല. നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ GPS-നകത്തിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. GPS-നകത്തിൽ നമ്മളത് സെറ്റപ്പ് ചെയ്താൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. നമ്മൾ 18 വീലറായിട്ട് വലിയ ട്രക്കുമായിട്ട് പോകുമ്പോൾ എപ്പോഴും റോഡ് സൈഡിലെ ബോർഡുകൾ ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴായിട്ട് ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് മരിച്ചിട്ടുള്ള ട്രൂപ്പേഴ്സിൻ്റെ ബോർഡുകളാണ്. ട്രൂപ്പേഴ്സിൻ്റെ മെമ്മറിക്ക് വേണ്ടി വെക്കുന്ന ബോർഡുകളാണ്, അവർ മെമ്മറിക്ക് വേണ്ടി. ഇതൊരു റെസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഈ റെസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. കാരണം മെയിൻ ഇൻഡർസ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലെല്ലാം ഇതേപോലെ ട്രക്കേഴ്സിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള റെസ്റ്റ് ഏരിയകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണേ. നമ്മൾ ഡെലിവറി നാളെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം നേരത്തെയാണ് വന്നത്. ഇതൊരു വേസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ വേസ്റ്റ് സ്റ്റേഷനിലേക്ക് വണ്ടി കയറ്റുന്ന ദൃശ്യമാണിത്. അപ്പോൾ നമ്മൾ വാഷിങ്ടണിലേക്ക് കയറുകയാണ്. അപ്പം വാഷിങ്ടണിലേക്ക് ഇത് ഇൻഡർസിറ്റി ഹൈവേ ആണ്, ഡബിൾ ലൈൻ ഉള്ളത്. ഇത് സിംഗിൾ ലൈൻ വന്നപ്പോഴത്തേക്കിന് ഇനി സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറാൻ പോകണേ. അപ്പോൾ നമ്മളെപ്പോഴും ഇൻഡർസ്റ്റേറ്റ് ഹൈവേ കുറച്ചുകൂടെ വീതിയുള്ള ഹൈവേകളായിരിക്കും, വലിയ വീതിയായിരിക്കും. നല്ല അത്യാവശ്യം വണ്ടി കയറി നമുക്ക് ട്രക്കുമായിട്ട് ഈസി ആയിട്ട് പോകാം. പക്ഷേ സ്റ്റേറ്റ് ഹൈവേയിൽ കയറുമ്പോൾ വണ്ടി സ്റ്റേറ്റ് ഹൈവേയിൽ കയറി അപ്പം വണ്ടി റോഡ് ചെറുതാവും. കണ്ടില്ലേ, ഒരു ട്രക്കിനെ കറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹൈവേ ആയിരിക്കും ഈ സ്റ്റേറ്റ് ഹൈവേകൾ. നമ്മളെപ്പോഴും നോട്ട് ചെയ്യേണ്ടത് മാക്സിമം ഇൻഡർസ്റ്റേറ്റ് ഹൈവേ എടുത്ത് പോകാൻ നോക്കുക. അതിനുശേഷം രണ്ട് റോഡിന് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഇൻഡർസ്റ്റേറ്റ് ഹൈവേ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ വരുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ റോഡ് ചെറുതാവും. ചിലപ്പം ഫുള്ളും മലകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ പോയി പെട്ടതാണ്. ഇന്നലെയൊക്കെ ഭയങ്കര ടൈറ്റായിട്ടുള്ള റോഡുകളായിരുന്നു. സ്റ്റേറ്റ് ഹൈവേയിലൂടെ കയറിപ്പോയി, ഇടയ്ക്ക് മഞ്ഞ് വീണു. അങ്ങനെ ആയപ്പോഴത്തേക്കിന് കുറച്ച് ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തതിനുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ അടുത്തുള്ള ഒരു ട്രക്ക് സ്റ്റോപ്പിൽ വേണം വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ അടുത്തതിനുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ചു കേട്ടോ. ഒരു ബർഗറും ഒരു ചീസ് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു സൂപ്പാണിത്. സൂപ്പും സീ ഫുഡിൻ്റെ ഒരു സൂപ്പാണ്. എല്ലാം കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങണം. ഉറങ്ങിയിട്ട് രാവിലെ എണീക്കണം കേട്ടോ. നാളെ രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണം. കുളിച്ച് റെഡിയായിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ലോഡ് ഡെലിവറി ചെയ്യാം കേട്ടോ. ഡെലിവറി ചെയ്തിട്ട് പിന്നെ നാളെ ഇതൊരു അടുത്ത ലോഡ് റെഡി ആയിട്ടില്ല, മിക്കവാറും കാലിഫോർണിയയിലേക്കായിരിക്കും നമ്മുടെ ട്രിപ്പ് പോകുന്നത് കേട്ടോ. സോ എല്ലാവർക്കും ഒരു നല്ല ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഗുഡ് ബൈ. കാണാം, പിന്നെ കാണാം.